ഞങ്ങളെ എല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ നരമ്പ് പൊട്ടിയിരിക്കുകയാണ്. ഓപ്പറേഷത്തിന് പൈസ ഒക്കെ ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊന്ന് സഹായിക്കണം. ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോണത് പെട്രോൾ പമ്പിൽ പോയിട്ട് 100-300 രൂപ കിട്ടണം കൊണ്ടാണ്. മൂന്ന് ചെറിയ മക്കളാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം ഞങ്ങള്. എനിക്ക് ഇന്നലെ ഒരു കോള് വന്നു. സതീഷ് ഏട്ടൻ പറഞ്ഞ ഒരാൾ കോള് ചെയ്യുന്നു. അപ്പം ഞാൻ ഇന്ന് പാലക്കാട് തേങ്കുറിശി കരിമ്പങ്കാട്ടിലാണ് ഉള്ളത്. സതീഷ് ഏട്ടൻ്റെ കുടുംബത്തിലാണ് ഇവിടെയാണ് ഉള്ളത്. ഒരുപാട് സങ്കടകരമായ കാഴ്ച. കാരണം ഫോൺ ചെയ്തപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയാണ്. കാരണം 10 കൊല്ലം മുന്നേ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു. അതിനുവേണ്ടി വെളിയിൽ നിന്ന് 3 ലക്ഷത്തിൻ്റെ അടുത്ത് മേലെ കടം വാങ്ങി. ഈ കടം വീട്ടാൻ വേണ്ടി വേറൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് കടം വാങ്ങി. അത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൻ്റെ മേലെ നിന്ന് സതീഷ് ഏട്ടൻ വീണു. അപ്പോൾ കാലിൻ്റെ നരമ്പ് കട്ടായി. അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ച എന്താ വെച്ചാൽ, അത് ലോണ് കെട്ടാൻ പറ്റാതെ ജപ്തി ഭീഷണിയിൽ ആണ് ഇപ്പോൾ വീട് നിൽക്കുന്നത്. ഈ ചേച്ചിൻ്റെ പേരിലാണ് അവരൊരു സ്വകാര്യ സ്ഥാപനം ലോണ് കൊടുത്തത്. ഒരുപാട് ഭീഷണിപ്പെടുന്നു. കാരണം സുഖമില്ലായ്കയൊന്നും കാണാതെ ഫോണുകൾ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും ഒരുപാട് സങ്കടകരമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ആ ചേച്ചി പെട്രോൾ പമ്പിൽ പോയി 200-300 രൂപ ശമ്പളം കിട്ടിയിട്ടാണ് ഈ 3 കുട്ടികളെയും ഈ സതീഷ് ഏട്ടനെയും നോക്കുന്നത്. അപ്പോൾ സതീഷ് ഏട്ടന് കാലിന് ഓപ്പറേഷനായി 1.5 ലക്ഷം രൂപൻ്റെ അടുത്ത് വേണം. കാരണം നരമ്പ് കെട്ടായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ, മാക്സിമം ഈ വീഡിയോ ഷെയർ. കാരണം വീട് ജപ്തിൻ്റെ ഭീഷണിയിലാണ്. മൂപ്പർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കാലിൻ്റെ നരമ്പ് കെട്ടായി. അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് നോക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ 1.5 ലക്ഷത്തിൻ്റെ മേലെ ചിലവുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാവിടേക്കും എത്തിക്കുക. കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഈ വീഡിയോ എല്ലാവിടേക്കും എത്തിക്കുക. അപ്പോൾ സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്. കാരണം ഇത് എത്തിച്ചാൽ മാത്രമേ സഹായം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം, മൂപ്പരുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നതാണ്. അതുപോലെ കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നതാണ്. ദയവേത് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ദയവേത് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് വേറൊന്ന്, മാക്സിമം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ സഹായം ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരിൻ്റെ വീഡിയോസ് എത്തിക്കുക. കാരണം ന്യൂസിലൊക്കെ വന്ന് വലിയൊരു സങ്കടത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം അത്രയും സങ്കടമാണ്, മോശപ്പെട്ട രീതിയിലാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ആലോചിച്ചെങ്കിലും ദയവേത് എല്ലാവിടെയും ഈ വീഡിയോ എത്തിക്കാൻ നോക്കുക.